ഹായ് ഗൈസ്, ഇന്ന് നമ്മുടെ കൂടെ അർജുനാണ്. IIT ജാം 2025 ഫിസിക്സിലെ 763 റാങ്ക് കിട്ടിയിട്ടാണ് അർജുൻ ഇരിക്കുന്നത്. ഏകദേശം ഈ ഒരു റാങ്കിലേക്ക് വേണ്ടിയിട്ട് 32 മാർക്കാണ് അർജുൻ എഴുതി നേടിയത്. അത് അറിയാം. ഓഫ് കോഴ്സ് ജാം എക്സാം ഇപ്രാവശ്യത്തെ വളരെ ടഫായിരുന്നു. ആ മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. അപ്പൊ നമുക്ക് അർജുന്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ ജാം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്, ഇനി അർജുന്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താന്നുള്ളതൊക്കെ നമുക്ക് അർജുനോട് തന്നെ ചോദിക്കാം. അപ്പൊ ഹായ് അർജുൻ. ഹൈൻഷൻ. ഓക്കെ. മോൻ എവിടെയായിരുന്നു പഠിച്ചിരുന്നത്? BSc എങ്ങനെയായിരുന്നു? അതുപോലെ ഈ ജാമൻ എക്സാം മുമ്പ് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിലേക്ക് എങ്ങനെ എത്തിയേ? ആ ഒരു ജേർണി ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ പഠിച്ചത് ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ്, തലശ്ശേരി, ഓക്കെ. കണ്ണൂര്. കണ്ണൂര്. ആ. ജാമിനെ പറ്റി അറിഞ്ഞത് എൻ്റെ സീനിയർ ആയുള്ള ഒരു ചേട്ടൻ ജാം എഴുതി ക്വാളിഫൈ ആയിരുന്നു. ഓക്കെ. ഓക്കെ. അയ്യേട്ടൻ IIT മദ്രാസിൽ ജോയിൻ ചെയ്തു. അപ്പോൾ എനിക്കും അങ്ങനെ IIT പഠിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ പിന്നെ നെക്സ്റ്റ് ഇയർ എഴുതി, പക്ഷെ അതിൽ ക്വാളിഫൈ ആയില്ല. ഉം. പിന്നെ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാന്ന് വെച്ചു. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇപ്പോൾ ക്വാളിഫൈ ആയി. ഓക്കെ. ഇതിപ്പോ സെക്കൻഡ് ഇയറിലാണോ മോൻ അറിഞ്ഞത്? അതായത് ആ സീനിയർ തേർഡ് ഇയറിൽ പഠിക്കുന്ന തേർഡ് ഇയർ. ഓക്കെ. 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 അവർക്ക് എങ്ങനെ റാങ്ക് ഒക്കെ നല്ല അതിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടായിരുന്നു? ഇത്ര റാങ്ക് കിട്ടിയാലാണ് IIT മദ്രാസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഐഡിയ? ഇല്ല, അങ്ങനെ ഇല്ല. ആ. IIT തൗസൻഡിനുള്ളിൽ മദ്രാസ് കിട്ടണം. എന്നുള്ളൊരു ഇത് കേട്ടിരുന്നു അല്ലേ? ആ, ഓക്കെ. ഓക്കെ. അപ്പൊ അങ്ങനെയാണ്. അതായത് ഒരു ചേട്ടൻ വഴി അറിഞ്ഞു അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു ആധികാരികമായിട്ട് ഒരു ജാം എന്നുള്ള രീതിയിൽ അതിനെ പറ്റിയിട്ടോ ബാക്ക്ഗ്രൗണ്ടോ അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. ഒരു ഇല്ല ഇല്ല. സ്റ്റുഡന്റ് വഴി അത്രേ ഉള്ളൂ. ആ, അത് ശരിയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ മോൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ റണ്ണിങ് ഇപ്പൊ ഓൺഗോയിങ് കുട്ടികളിൽ പലർക്കും ഉണ്ട് ഈ ജാമിനെ പറ്റി അറിയാത്ത ആളുകളുണ്ടാവും. ഇപ്പോ നമ്മളിലൂടെ എത്തുന്നുണ്ടാവും ഇതുപോലെ വല്ല ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അല്ലെങ്കിൽ പല രീതിയിലേ അറിയുന്നുണ്ടാവുള്ളൂ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ബുദ്ധിമുട്ടാണ് അല്ലേ? മുമ്പേ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യായിരുന്നു അല്ലേ? അതെ. ഓക്കെ. തേർഡ് ഇയറിൽ എക്സാം എഴുതിയിരുന്നു എന്നല്ലേ പറഞ്ഞത് ജാമിന്റെ? ആ, തേർഡ് ഇയറിലല്ലേ എഴുതിയേ? ആ, ഓക്കെ. ഓക്കെ. അപ്പൊ എങ്ങനെ ആ, ഉണ്ടായിരുന്നു? തേർഡ് ഇയർ. എങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ എഴുതിയ സമയത്ത്? അതിൽ ക്വാളിഫൈ ആയില്ല. ബാലികേലാമറയായിരുന്നു അത് സംഭവം. ക്വാളിഫൈഡ് ആയില്ല. ഭയങ്കര ടഫായിട്ട് തോന്നിയ സംഭവം? ഇല്ല ഇല്ല. ടഫായിട്ട് തോന്നിയില്ല. ഇല്ല, പക്ഷെ അതില് പഠിക്കാത്തതിന്റെ പ്രോബ്ലം സോൾവിങ് ആ. IIT ഇതിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല ആ ടൈം. ഓക്കെ. ഓക്കെ. ശരിയാണ്. കോളേജ് ബേസ്ഡ് ആവുന്ന സമയത്ത് നമ്മൾ അതിന്റെ കോൺസെപ്റ്റിലാണ് പോവുക അല്ലേ? അതെ. ഓക്കെ. ശരി. ഇനി ഇപ്പൊ പറഞ്ഞല്ലോ 1 ഇയർ റിപ്പീറ്റ് എടുക്കാനുള്ള ഒരു കാരണം എന്താ? എന്തുകൊണ്ടാ വെച്ചാൽ ജാം ഇപ്പൊ മോൻ പറഞ്ഞു ക്വാളിഫൈഡ് ആയില്ല. തേർഡ് ഇയറിൽ ഇരുന്നു. അപ്പോ ഫർദർ ആയിട്ട് ജാമിലേക്ക് ഈ ഒരു IIT എന്നുള്ള ഒരു എയിമിലായിരിക്കും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക അല്ലേ? അപ്പോ ഈ ഒരു ജേർണി ആ ജേർണി എന്ന് പറയുന്നത് എന്താ വെച്ചാ ഒരു കൊല്ലം ഇരിക്കണം. അതൊരു വശം. ഡ്രോപ്പ് ചെയ്ത് ഒരു കൊല്ലം ഇരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായി. പിന്നെ അതിന്റെ ഒരു ജേർണി ഒന്ന് പറയാൻ പറ്റും. കാരണം അറിയാലോ പല ഡിസ്ട്രാക്ഷൻസ് നമുക്ക് വരാൻ പറ്റും. ഈ ഒരു കൊല്ലത്തിന്റെ ഉള്ളില് നമുക്കൊരു 10 ദിവസം ഇരുന്നാൽ തന്നെ ഭയങ്കര ടെൻഷനാ. 11ാമത്തെ ദിവസം എന്ത് എന്നുള്ളത്. ശരിയല്ലേ? മീൻസ് നമ്മളൊരു ആ, ഓൺ ഗോയിങ് ആണെങ്കിൽ നമുക്ക് കോളേജ് പോടും. നമുക്ക് അങ്ങനെ ഒരു എക്സ്ക്യൂസ് പറയാം. രണ്ടും കൂടി ഒപ്പം കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് പക്ഷേ ഇതിനായിട്ട് ഇരിക്കുക നമ്മള്. അതെങ്ങനെ തരണം ചെയ്തു? അതിലെങ്ങനെയാ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു? അതായത് ആ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് എങ്ങനെയാ ഓവർകം ചെയ്തേ? പാരന്റ് സപ്പോർട്ട് അതൊക്കെ എങ്ങനെയായിരുന്നു? ഡിസ്ട്രാക്ഷൻസ് ഒരു 1 ഇയർ ഡ്രോപ്പ് ചെയ്തതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യം. ഉം. പിന്നെ അത് അങ്ങനെ ഓവർകം ആയി. അത് അതിനെന്തെങ്കിലുമൊക്കെ ടിപ്പ് ഉണ്ടായിരുന്നോ? അതെങ്ങനെയും ഡിഗ്രി കേറണം എന്നുള്ളൊരു ഇത് അല്ലേ? ഒരു കയറണം എന്നുള്ളൊരു അതിലങ്ങ് വർക്ക് ചെയ്തു. അത് ശരി. ശരി. എങ്ങനെയാണ് ഈ ട്രിസ്സിലേക്ക് എത്തിയത് എങ്ങനെയാ? ട്രിസ്സിലേക്ക് ഞാൻ അതും എൻ്റെ ഫ്രണ്ട് വഴി അറിഞ്ഞതാണ്. ഓക്കെ. ആഹാ. ഓക്കെ. ഓറിയന്റേഷൻ വഴിയൊക്കെ ആണോ വന്നത്? ആ, അതോ ഓറിയന്റേഷൻ. ഓക്കെ. ശരി. ശരി. ഓക്കെ. ഇപ്പൊ ഒരു പറഞ്ഞല്ലോ ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ അങ്ങനെ പഠിച്ചെടുത്തു എന്ന് പറഞ്ഞില്ലേ? അപ്പോ ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഇപ്പൊ മോൻ തന്നെ പറഞ്ഞു പ്രോബ്ലം സ്കില്ലിംഗ് എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം 32 മാർക്ക് അല്ലെങ്കിൽ ഒരു 1000ന്റെ ഉള്ളിൽ റാങ്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാ കിട്ടാൻ.
പ്രത്യേകിച്ച് ഈ IIT JAM. കാരണം മോഡറേറ്റ് ടു ടഫ് എന്നുള്ള രീതിയിലാണ് എക്സാം ഉണ്ടായിരുന്നത്, അറിയാലോ. ഓരോ സെക്ഷൻസും ചിലവർക്ക് ചില സെക്ഷൻസ് ഭയങ്കര ഈസി ആയിരുന്നു, ചില സെക്ഷൻസ് ഭയങ്കര ടഫ് ആയിരുന്നു. അപ്പോൾ ഈ പ്രോബ്ലം സ്കില്ലിങ്, അതായത് പ്രോബ്ലം ചെയ്യാനുള്ള സ്കിൽസ് ഉണ്ടല്ലോ, അതെങ്ങനെയാ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്? അതായത് തിയറി മാത്രമായിരിക്കും മേ ബി കോളേജിൽ നിന്ന് നമ്മളെ ഡെറിവേഷൻ കോൺസെപ്റ്റ്. കാരണം എനിക്കറിയാം നിങ്ങളൊരു എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അങ്ങനെ പഠിച്ചു പോവല്ലേ ഉണ്ടായേ. അത് കോളേജിൽ നിന്നേ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണോ അതോ ഈ നമ്മൾക്ക് ഒരു എൻട്രൻസ് എക്സാം ബേസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണോ ഈ പ്രോബ്ലം സ്കില്ല്? ഞാൻ ഇത് എൻട്രൻസ് എക്സാം ബേസ് ചെയ്ത് ഡെവലപ്പ് ചെയ്താണ്. 1 ഇയർ കംപ്ലീറ്റ് പ്രോബ്ലംസ് മാത്രം ചെയ്ത് അപ്പൊ കോൺസെപ്റ്റ് എങ്ങനെയായിരുന്നു? അത് തറായിരുന്നോ? അതോ അതും അതായത് ഇപ്പോ എക്സാമ്പിൾ ഞാൻ പറയട്ടെ. ഇപ്പൊ ചില സബ്ജക്റ്റുകള് ഇപ്പൊ 7 സബ്ജക്റ്റ് ആണ് നമുക്കുള്ളത്. അതിൽ ചിലപ്പോ QM നമുക്ക് ക്വാണ്ടം മെക്കാനിക്സ് നമുക്ക് ടഫ് ആയിരിക്കും. എന്നാൽ സോളിഡ് സ്റ്റേറ്റ് എളുപ്പമായിരിക്കും. അങ്ങനെ ഉണ്ടല്ലോ. ചിലപ്പോ അതിലൊക്കെ കുറെ, അതായത് എളുപ്പമുള്ള സബ്ജക്റ്റിന് എത്ര സമയം എടുത്തു അങ്ങനെയൊക്കെ ഉണ്ടോ? അതായത് സ്ട്രാറ്റജി ഇപ്പൊ കുറെ എടുക്കുമല്ലോ നമ്മള്. അതായത് ഇപ്പൊ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകൾ ഉണ്ടായിരുന്നോ? അതോ കോളേജിൽ നിന്ന് ഇത് കവർ ചെയ്ത് വന്നതുകൊണ്ട് കോൺസെപ്റ്റിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്തു? അതായത് കോൺസെപ്റ്റ് ബിൽഡ് ചെയ്ത് വേറെ കൊണ്ടുവരേണ്ടി വന്നോ? ഇല്ല, ഡിഗ്രി ലെവൽ കോൺസെപ്റ്റ് കുറെയൊക്കെ അറിയായിരുന്നു. ഉം. പിന്നെ മെയിനായിട്ട് പ്രോബ്ലം സോൾവിങ് തന്നെ ചെയ്തത്. പ്രോബ്ലം സോൾവിങ് അല്ലാതെ ഒരു സബ്ജക്റ്റിന് വേണ്ടി അങ്ങനെ അതായത് എക്സ്ട്രാ ടൈം ഒന്നും ഇരുന്ന് ചെയ്തിട്ടില്ല. എല്ലാവരും ഈക്വൽ ആയിട്ടാ കൊണ്ടുപോയത് എല്ലാ സബ്ജക്റ്റിനും. ആ ഇതിൽ അതായത് ഇന്ന കൂടുതലായിട്ട് സബ്ജക്റ്റിന് വെയിറ്റേജ് EM കൂടുതൽ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ. EMന് കൂടുതൽ ടൈം കൺസിഡർ ചെയ്തത്. ഓക്കെ. ആ. പിന്നെ സോളിഡ്സ് അതൊക്കെ പെട്ടെന്ന് കവറായി. ഉം. പിന്നെ അത് ഓക്കെ. അങ്ങനെ ഈക്വൽ ആയിട്ട് തന്നെ പോയി അല്ലേ എല്ലാതും? പോയി. ഓക്കെ. അതായത് ഇതങ്ങനെ പലർക്കും പല ക്രൈറ്റീരിയാസ് ആയിരിക്കും ഏത് സബ്ജക്റ്റ് ആണ് എന്നുള്ളത്. ഇപ്പോ ജാമിന്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുറെ എങ്ങനെയാണ് മോനത് പ്രോബ്ലം സ്കില്ല് ഡെവലപ്പ് ചെയ്തത്? അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്കില്ല് ഡെവലപ്പ് അപ്പൊ മോൻ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതായത് ആ ഒരു ജേർണി, അതായത് ഒരു വർഷം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്ത് പോയേ? പ്രോബ്ലം എങ്ങനെയാ ചെയ്തത്? അതുപോലെ തന്നെ ക്ലാസസ് എങ്ങനെയായിരുന്നു? നോട്ട്സ് എങ്ങനെയായിരുന്നു? പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? ഒരു പ്ലാൻ ഉണ്ടാവുമല്ലോ നമുക്ക്. അതായത് എങ്ങനെയാണ് റഫറൻസുകൾ കൊണ്ടുപോയിരുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്? ഇപ്പൊ പല രീതിയിൽ റഫറൻസ് ചെയ്യും. പ്രോബ്ലംസ് ചെയ്യാനായാലും കോൺസെപ്റ്റ്. അതൊക്കെ എങ്ങനെയായിരുന്നു? ഈ പ്രോബ്ലം സോൾവിങ് മെയിനായിട്ട് എനിക്ക് ട്രിസിനുള്ള ചെക്ക് പോയിന്റ്സ് വഴിയാണ് കൂടുതൽ കോൺസെപ്റ്റുകളും അതിൽ നിന്ന് കിട്ടി. ഉം. പിന്നെ ട്രിസിലെ മോഡൽ എക്സാംസും കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. മെയിനായിട്ട് പറയാ വീഡിയോ കാർഡ്സ്, അത് ക്യാപ്സ്യൂൾ രൂപത്തിൽ കുറെ കോൺസെപ്റ്റ് അതിൽ നിന്ന് കിട്ടും. അങ്ങനെ ഓക്കെ. പിന്നെ അതായത് ക്യാപ്സ്യൂൾ ആയതുകൊണ്ട് പെട്ടെന്ന് കുറെ ടൈം സ്പെൻഡ് ചെയ്യാതെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റി. കവറായി. അതെ. ഓക്കെ. PYQs എങ്ങനെയായിരുന്നു ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്? അതായത് PYQs കുറെ ചെയ്തിരുന്നോ? PYQസിന് PYQs എന്ത് തോന്നുന്നു PYQ ചെയ്തതും ഈ എക്സാമും തമ്മില്? അത് നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ വർഷം വന്നത്. ഇന്റർലേ പക്ഷെ അത് ചെയ്തതിന് ഫലം ഉണ്ടായിരുന്നു എന്ന് മാത്രം. ആ ഓക്കെ. എന്തായാലും ഇപ്പൊ പറഞ്ഞല്ലോ ഇങ്ങനെ പ്രോബ്ലം ചെക്ക് പോയിന്റ്സ് ആണ് കൂടുതൽ ചെയ്തിരുന്നത്, എക്സാംസ് ഒക്കെയാണ്. ഏത് സമയത്ത് എക്സാംസാ കൂടുതൽ ഹെൽപ്ഫുൾ ആയത്? റിവിഷൻ ടൈമിലാണോ അതോ സ്റ്റാർട്ടിംഗ് ടൈം തൊട്ടിട്ടുള്ളതാണോ? കാരണം അറിയാലോ ഒരു മൊഡ്യൂൾ കഴിഞ്ഞാൽ ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഒരു സബ്ജക്ട് കഴിഞ്ഞാൽ സബ്ജക്ട് എക്സാം ഉണ്ടായിരിക്കും. പിന്നെ എല്ലാ സബ്ജക്റ്റും കഴിഞ്ഞപ്പോ പിന്നെ നമ്മുടെ മിക്സഡ് ടെസ്റ്റുകൾ വന്നിരുന്നു, ഫുൾ ലെങ്ത് വന്നിരുന്നു. അപ്പൊ അതിലൊക്കെ ഏത് എക്സാമാ കൂടുതൽ ഹെൽപ്ഫുൾ ആയത്? റിവിഷൻ ടെസ്റ്റ് ആണ് കൂടുതൽ ഹെൽപ്പ് ആയത്. അതെ അല്ലെ. റിവിഷൻ ടൈമിലുള്ള ഓക്കെ. പിന്നെ അത് കുറച്ച് ഓക്കെ. അതില് മാർക്കൊക്കെ എങ്ങനെയായിരുന്നു റിവിഷൻ ടൈമിലുള്ളത്? മാർക്ക് അത് വാരി ചെയ്ത് വരുന്നുണ്ട്. അതായത് ഒരു കോൺസ്റ്റന്റ് ഒരു സ്റ്റേബിൾ മാർക്ക് ആയിട്ടല്ല അല്ലേ? അപ്പൊ തന്നെ ഒരു ഊഹം ഉണ്ടായിരിക്കും ഒരു റിവിഷൻ ടൈമിൽ നമ്മൾ അത് പഠിച്ചെടുക്കുന്ന സമയത്ത് എഴുതുന്ന എക്സാം അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും റിവിഷൻ ടൈമിൽ എക്സാം ഭയങ്കര ഹെൽപ്ഫുൾ ആയി എന്ന് പറയുന്നുണ്ടല്ലോ. ആ റിവിഷൻ സമയത്ത് മോൻ എന്താ ചെയ്തേ? ആ ഒരു ലാസ്റ്റ് മന്ത് ഒക്കെ ഉണ്ടാവില്ലേ, ഒരു നവംബർ, ഡിസംബർ, ജാനുവരി, ആ അതിലാണോ കൂടുതൽ ഫോക്കസ് ചെയ്തേ? സാധാരണ ഫസ്റ്റ് നന്നായി പഠിക്കും നമ്മള്. പിന്നെ നമുക്ക് ഒരു ആ ഒരു പവർ നമുക്ക് ലാസ്റ്റിൽ എത്തുമ്പോൾ ചിലവർക്ക് ഉണ്ടാവില്ല. മേ ബി പെട്ടെന്ന് ഒരു ഡൗൺ ആവും നമ്മള്. അതോ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ 1 ഇയർ ഇരിക്കുന്നത് കൊണ്ട് ഒരു മൈൻഡ് പെട്ടെന്ന് നമുക്കൊന്ന് ഇതാവും എന്നുള്ളത്.
പക്ഷെ ലാസ്റ്റ് 3 മാസം ആണോ കൂടുതൽ ഫോക്കസ് ചെയ്തത്, അതോ മോൻ ത്രൂ ഔട്ട് ഈ ഒരു പാറ്റേൺ ഫുള്ള് കൊണ്ടുവരികയാണോ ചെയ്തത്? ഒരു ഇല്ല ഇതില്ലാതെ? ഇല്ല ഞാൻ ലാസ്റ്റ് 3 മന്ത് ഇതിനെ നല്ലോണം സ്പെൻഡ് ചെയ്യുന്നു. മറ്റേനേക്കാളും ആ കൂടുതൽ ആ, PYQs പ്രോബ്ലംസ് എല്ലാം ചെയ്ത് ലാസ്റ്റ് 3 മന്ത്. ലാസ്റ്റ് 3 മന്ത്സ് കൊണ്ടാണ് ഇതിലെത്തിയെന്ന് വേണമെങ്കിൽ പറയാം. ആ അല്ലെ, ടെൻഷനൊക്കെ ഉണ്ടായിരുന്നോ? ടെൻഷൻ ഉണ്ടായിരുന്നു. അതെ, 1 ഇയർ ഡ്രോപ്പ് ചെയ്ത ടെൻഷൻ. 1 ഇയർ ഡ്രോപ്പ് ചെയ്ത്. അതാണ് മെയിൻ ആയിട്ട്. കാരണം അത് പെട്ടെന്ന് ടെൻഷൻ കൂടിയിട്ട് പലർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ അടുത്തത്, ഈ ഒരു മാർക്ക് ഉണ്ട്. ഇപ്പൊ 32 മാർക്കാന്നുള്ളത് ഉണ്ടായിരുന്നല്ലോ ജാം ക്രാക്ക് ചെയ്ത സമയത്ത്. മോൻ എത്ര എക്സ്പെക്ട് ചെയ്തിട്ടാണ് എക്സാം ഹോളിൽ പോയത്? എന്ത് എയിം ചെയ്തിട്ടാ പോയത്? ഈ മാർക്ക് സാറ്റിസ്ഫൈഡ് ആണോ? അത് ഞാൻ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ നെഗറ്റീവ് വന്നിട്ടുണ്ടോ ചെയ്ത സമയത്ത്? ഇല്ല, നെഗറ്റീവ് വന്നില്ല. വന്നില്ല. ഇല്ല അത് ഇല്ല. നല്ലൊരു പ്ലസ് പോയിന്റ് ആട്ടോ. കാരണം സെലക്റ്റീവ് ആയി. നെഗറ്റീവ് അടിച്ചില്ല. ആ. പിന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്തത് 40 മാർക്സ് ആണ്. ഓ. അത് പിന്നെ MSQ 2 പ്രോബ്ലംസ് അത് ഈ ഞാൻ ചെയ്തിട്ട് അത് സേവ് ചെയ്യാൻ വിട്ടുപോയി. അപ്പൊ അങ്ങനെ ഒയ്യോ. അപ്പൊ അതൊരു 4 മാർക്ക് അതിൽ എല്ലാവർക്കും പോയി. കേൾക്കേണ്ട ഒരു കാര്യാ അല്ലേ? സേവ് ചെയ്യാൻ മറക്കരുത് അല്ലേ? ആ, അത് അല്ലെങ്കിൽ ലാസ്റ്റ് 40 കിട്ടേണ്ടതായിരുന്നു. കൺഫ്യൂഷൻ ആയിട്ട് ലാസ്റ്റാണ് ചെയ്തത്. ആ. അപ്പൊ ലാസ്റ്റ് ടൈമിൽ ആ ബിസിയിൽ അത് സേവ് ചെയ്യാൻ വിട്ടുപോയി, ഓപ്ഷൻ മാറ്റിയിട്ട്. അത് കറക്റ്റ് ആയിരുന്നോ? അത് കറക്റ്റ് ആയിരുന്നു. ആ 2 ക്വസ്റ്റിനും? അതെ. 2 മാർക്കിന്റെ ആയിരുന്നോ? 1 മാർക്കിന്റെ ആയിരുന്നോ? MSQ പ്രോബ്ലം 4 മാർക്ക് MSQ. MSQ. അയ്യോ. അപ്പൊ അത് കുറച്ച് റാങ്ക് കേറിയേനെ അല്ലേ? അതെ. സങ്കടം ഉണ്ടോ? ഉണ്ടാവൂലോ അല്ലേ? അത് നാറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ന്യൂമറിക്കൽ? നാറ്റ് സിമ്പിൾ ആയിരുന്നു കുറെ. അതായത് ആ ഡെസിമലിന്റെ ഉള്ളിലൊക്കെ എത്താൻ എങ്ങനെ കഷ്ടപ്പെട്ടു? അതോ ലക്കി ഫാക്ടർ ആണോ? എന്താണത്? ഇല്ല, അത് കറക്റ്റ് കിട്ടുന്നുണ്ടായിരുന്നു കറക്റ്റ് കിട്ടുന്നു. ഡെസിമലൊക്കെ. അതെങ്ങനെ മോനെ എത്തിയത്? പ്രാക്ടീസ് ചെയ്ത് ഈ മോക്ക് ടെസ്റ്റ്, മിക്സഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണോ? അതോ അതെ. മിക്സഡ് ടെസ്റ്റ് അതിൽ നിന്ന് അതിലുണ്ട്? കുറെ ഹെൽപ്പ്. അത് നമ്മൾ മിക്സഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൽ കറക്റ്റ് ആവാറുണ്ടോ? ഡെസിമലിന്റെ ഉള്ളിൽ വരാറുണ്ടോ? കിട്ടാറുണ്ട്, അത്യാവശ്യം കിട്ടാറുണ്ട്. ഓക്കെ. കാരണം പലർക്കുള്ള കൺഫ്യൂഷൻ ആണ് ഈ 2 ഡെസിമൽ എഴുതുക, 3 ഡെസിമൽ എഴുതുക, 1 ഡെസിമൽ പ്ലേസ് അല്ലേ? അത് എത്തുമ്പോഴൊക്കെ ടെൻഷനാ. ആ എത്തിയില്ലെങ്കിൽ പെട്ടുപോകും അല്ലേ? ഓക്കെ. എന്തായാലും ആ എക്സാം എഴുതി, നെഗറ്റീവ് അധികം വന്നില്ല. ക്രാക്ക് ചെയ്യാൻ പറ്റി അല്ലേ? ഇനി ഒരു അടുത്തൊരു സെക്ഷൻ എന്താ വെച്ചാൽ, ഇനിയിപ്പോ എന്താണ് ഫ്യൂച്ചർ? അതായത് ഇപ്പോ IIT ജാം ക്വാളിഫൈഡ് ആയി, റാങ്ക് ഉണ്ട്, 700 എബോവ് റാങ്ക് നിൽക്കുന്നുണ്ട്. ഏതാണ് എയിം ചെയ്യുന്നത്? അതായത് ഇപ്പൊ NITs, IITs ഉണ്ടാവും. അതുപോലെ തന്നെ ഡിഫറെന്റ് കോഴ്സുകൾ ഉണ്ടായിരിക്കും. മോന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ഞാനിപ്പോ നോക്കുന്നത് ഇത് IIT ജോധ്പൂർ MSc MTech ഡുവൽ ഡിഗ്രി കോഴ്സ്. ഓക്കെ. ആ, ഡ്യൂൾ. ഓക്കെ. അതെന്തുകൊണ്ട് PhD അങ്ങനെ, അതായത് PhD ലെവലിൽ പോകാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണോ? അതോ ഇനി ഒരു ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് എഞ്ചിനീയറിംഗ് അങ്ങനെ പോകാനാണോ താല്പര്യം? അതുകൊണ്ടാണോ അത്? ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിൽ അതെ. അതിന്റെ ഒരു സേഫ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലേ? അതെ. തീർച്ചയായിട്ടും. ഓക്കെ, ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ IIT എവിടെയായിരുന്നു? ജോധ്പൂർ. ജോധ്പൂരാണ് ഫോക്കസ് ചെയ്യണേ. വേറെ അതെ. IITs അങ്ങനെ ഫോക്കസ് ചെയ്യുന്നില്ല? ഇല്ല, വേറെ എവിടെ കോഴ്സസ് ഇല്ല. ഓക്കെ, ഓക്കെ. അങ്ങനെ അതായത് ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ട് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ടാണ് പോണേ ആ എന്ത് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഓക്കെ. ഇനിയിപ്പോ അടുത്ത ജാം എഴുതാൻ പോകുന്ന ആളുകളുണ്ടല്ലോ, കുട്ടികളുണ്ടല്ലോ, അവർക്ക് എന്ത് അഡ്വൈസാ കൊടുക്കുന്നത്? അതായത് എന്ത് വേണം? ഇപ്പൊ ഒരു കാര്യം പറയാൻ പറ്റും, സേവ് ചെയ്യാൻ മറക്കരുത്. ഉറപ്പുള്ള ക്വസ്റ്റ്യൻ. ഇതുപോലെ എന്തൊക്കെയാ അതായത് പഠിക്കേണ്ട കാര്യത്തിലായാലും അതെ. ഇപ്പൊ ഓൺ ഗോയിങ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ സപ്പോസ് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ ഒക്കെ പഠിക്കുന്ന അവരോട് ഫസ്റ്റ് ഇയറിൽ പഠിച്ചാൽ കിട്ടുമോ? അല്ലെങ്കിൽ ഒരു കൊല്ലം ഡ്രോപ്പ് ചെയ്യണോ? റിപ്പീറ്റ് ചെയ്യണോ? എങ്ങനെ പഠിച്ചാൽ എന്താ എന്നുള്ളൊരു പറഞ്ഞു കൊടുക്കൂ. ഓൺഗോയിങ് സ്റ്റുഡൻസിനെ ഇത് 3 വർഷം കൊണ്ട് എന്തായാലും കിട്ടും. 3 വർഷം ഡ്രോപ്പ് കൊണ്ട്. ചെയ്യേണ്ട ആ. ആവശ്യം ആ. ഡ്രോപ്പ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ആ. പിന്നെ മെയിനായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുക. പ്രോബ്ലം സോൾവ് കോൺസെപ്റ്റ്. ചെയ്യും പഠിക്കണോ? അതെ. അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാ പ്രോബ്ലം സ്കില്ലിങ്? അത് നമുക്ക് കുറച്ച് കോൺസെപ്റ്റ് ഉണ്ടായിരിക്കണം. പിന്നെ മാക്സിമം പ്രോബ്ലം ചെയ്ത് അത് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ.
പിന്നെ ഷോർട്ട് നോട്ട്സ് കാര്യങ്ങളൊക്കെ ഈ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് റഫറൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? മെയിൻ ആയിട്ട് മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? അതായത് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് ഇപ്പൊ ഡൗട്ട് വരുമ്പോ റഫറൻസിലേക്ക് ഓതർ ബേസ് റഫറൻസിലേക്കൊക്കെ പോയിരുന്നോ? ആ അതോ ഉള്ള കോൺസെപ്റ്റ് വെച്ച് പ്രോബ്ലംസ് തന്നെ ഇമ്പ്രൂവ് ചെയ്യായിരുന്നു അല്ലേ? പ്രോബ്ലംസ് ചില കോൺസെപ്റ്റ് ഒക്കെ റെഫർ ചെയ്തായിരുന്നു ടെക്സ്റ്റ് വഴി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ കൂടുതലും ചെക്ക് പോയിന്റ് വെച്ച് മിക്സഡ് ടെസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾക്ക് ഒന്ന് പ്രോബ്ലം സ്കില്ലിംഗ് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് കൊണ്ടുവന്നത് അല്ലേ? അതെ. അത് വളരെ വലിയ ഹൈലൈറ്റ് ആണ്. ഓക്കെ. അപ്പൊ എന്തായാലും ഫ്യൂച്ചർ എന്തായാലും നല്ലൊരു വിചാരിച്ച പോലെ IIT കിട്ടി MSc MTech ഒക്കെ ആയിട്ട് ഒരു ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിലൂടെ കേറട്ടെ അല്ലേ? എന്തായാലും ഡ്യുവൽ ഡിഗ്രി ആവും അപ്പോ അല്ലേ? ഡ്യുവൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ആവും. ഇനി എന്തെങ്കിലും മനസ്സിനോണ്ട് ചിലപ്പോ ഈ MTech ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും തോന്നുക MTech ബേസ്ഡ് PhD ചെയ്യാനൊക്കെ തോന്നും. പറയാൻ പറ്റില്ല. എനിവേ നല്ലൊരു ഫ്യൂച്ചർ ആവട്ടെ ട്ടോ. ഓക്കെ മോനെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.